ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് പാലപ്പത്തിനും വെള്ളയപ്പത്തിനും ഒക്കെ കൂട്ടാൻ പറ്റുന്ന പോലെ ഒരു ചിക്കൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കോട്ടയം സൈഡിലൊക്കെ ക്രിസ്മസിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഡിഷാണല്ലോ ഈ ചിക്കൻ സ്റ്റ്യൂ. ഇതിൻ്റെ വീഡിയോ ഒക്കെ ഒരുപാട് അവൈലബിൾ ആണ് യൂട്യൂബിലൊക്കെ. എന്നാൽ നമ്മുടെ മെറിൻസ് കിച്ചൺ ടെയിലിൻ്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ട് 1 പോട്ടിൽ എങ്ങനെ ഒരു ചിക്കൻ സ്റ്റ്യൂ ഉണ്ടാക്കാവുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ 1 കിലോ ചിക്കൻ പീസസ് ചെറിയ പീസസ് ആയിട്ട് എല്ലോടുകൂടി കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പർ പൗഡർ, കുറച്ച് വിനാഗിരി ഇത്രയും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് വയ്ക്കണം. ആ 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇതിലേക്ക് വേണ്ടി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ജിഞ്ചർ, പച്ചമുളക്, ക്യാരറ്റ്, സവാള, കുറച്ച് ബീൻസിന് പകരം മട്ടറും എടുക്കാം, പിന്നെ കുറച്ച് പൊട്ടറ്റോ, പിന്നെ കറി ലീവ്സ്. പിന്നെ നമുക്ക് വേണ്ടത് ഗരം മസാലപ്പൊടി, പെപ്പർ പൗഡർ, പിന്നെ കുറച്ച് മസാല നമുക്ക് പുതുതായിട്ട് പൊടിച്ചെടുക്കണം. തക്കോലം, 5-6 ഏലക്ക, 2 ഗ്രാമ്പു, കുറച്ച് പെരിഞ്ജീരകം, 2-3 കഷ്ണം പട്ട, പിന്നെ ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അത്. പിന്നെ നമുക്ക് വറുത്തിടാൻ വേണ്ടിയത് കുറച്ച് സവാള അരിഞ്ഞതും കറിപ്പത്തിയും വേണം. അതിൻ്റെ കൂട്ടത്തിൽ ക്രിസ്മസ് ഒക്കെ അല്ലേ, കുറച്ച് കാഷ്യൂ നട്ടും കിസ്മിസും കൂടെ. പിന്നെ തേങ്ങാപ്പാൽ വേണം, 1-ാം പാലും 2-ാം പാലും ഓരോ കപ്പ്. അപ്പോൾ നമുക്ക് ഈ ഗരം മസാലയൊക്കെ ഒന്ന് പൊടിച്ചു വെക്കാം. കുറച്ച് നന്നായിട്ട് ചതച്ചാലും മതി, നന്നായിട്ട് പൊടിഞ്ഞില്ലെങ്കിൽ സാരമില്ല. പിന്നെ നമ്മളിന്ന് കുക്കറിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എത്ര പെട്ടെന്നറിയാമോ ഈ ചിക്കൻ സ്റ്റ്യൂ റെഡിയാകുന്നത്. കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഫ്രഷ് മസാലയിൽ ഒരു 1/4 ഭാഗം ഇടാം. 1/4 ഭാഗം നമുക്ക് എൻഡിലിടാം, അതിനുവേണ്ടി മാറ്റി വെക്കണം. ആ മസാലയൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, സവാള ഇത്രയിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് ഇത് 3 കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ബീൻസിന് പകരം നമുക്ക് ഡ്രൈ പീസോ ഗ്രീൻ പീസോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇവിടെ കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാൻ ഇന്ന് ബീൻസ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന വഴനയില അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം ഫ്ലെയിം കേട്ടോ. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കണം. അതിന് മുന്നേ നമുക്ക് ഇത് വേകാനായിട്ട് ഒരു ശകലം 2-ാം പാല് ഒഴിച്ചു കൊടുക്കാം. 1/4 ഗ്ലാസ് 2-ാം പാല് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഉപ്പുണ്ടോ എന്ന് നോക്കി, ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെച്ച് 10 മിനിറ്റ് അല്ലെങ്കിൽ 1 വിസിൽ ഇത്ര നേരം കുക്ക് ചെയ്താൽ മതിയാവും. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി
സ്റ്റൗ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഫൈനൽ ഫിനിഷിംഗ് ടച്ചസ് ഒക്കെയാണുള്ളത്. അതിനു വേണ്ടി നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ 1-ാം പാല് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ നേരത്തെ 2-ാം പാല് ചേർത്തതിനകത്ത് കുറച്ച് ബാക്കിയുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് നമുക്ക് എത്ര കൺസിസ്റ്റൻസി വേണോ അത്രയും വെള്ളം കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഈ സ്റ്റൂ തിക്കായിട്ടിരിക്കുന്ന നല്ല കേട്ടോ, ഒരുപാട് അങ്ങ് ലൂസ് ആക്കരുതേ. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് വറുത്തിടണം. അതിന് നെയ്ക്കകത്താണ് കേട്ടോ വറുത്തിട്ടേക്കുന്നത്. നെയ്യ് ചൂടാകുമ്പോൾ അതിലേക്ക് സവാളയോ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ചെറിയ ഉള്ളി ഇടുക. പിന്നെ കുറച്ച് കാഷ്യൂ നട്ട്, കുറച്ച് കിസ്മിസ്, പിന്നെ കറിപ്പത്തിയെ കൂടെ ചേർത്ത് നന്നായിട്ട് മുക്കുമ്പോൾ കറിയിലേക്ക് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. പിള്ളേർക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഫൈനലി നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന ആ ഫ്രഷ് മസാലയും കൂടെ ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ തനി കേരള സ്റ്റൈൽ ചിക്കൻ സ്റ്റൂ റെഡിയാകും. കുറച്ചും കൂടെ രുചി ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ കുറച്ച് കാഷ്യൂ നട്ട് പേസ്റ്റോ അങ്ങനെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ റിച്ച് ആകും കറി. ഇവിടെ ഞാൻ ഇച്ചിരി അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ചേർത്തിരിക്കുന്നത്. ചേർക്കുമ്പോഴേ കറിയുടെ ഒരു ടെക്സ്ചറൊക്കെ ഒന്ന് മാറും കേട്ടോ, വളരെ റിച്ചായിട്ട് മാറും. അപ്പം നമ്മുടെ ഈ സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഈ ക്രിസ്മസിന് ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. വളരെ ഈസി അല്ലേ, ഒരു കുക്കർ മാത്രം മതിയല്ലോ. പിന്നെ കുറച്ച് വെജിറ്റബിളും ചിക്കനും ഉണ്ടെങ്കിൽ എത്ര എളുപ്പം ഉണ്ടാക്കാം. ഒരു വ്യത്യസ്തമായ ഡിഷാണ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.